ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മലയാളത്തിലെ എവർഗ്രീൻ ചിത്രങ്ങളിൽ ഒന്നാണ് എം.ഡിയുടെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ വൈശാലി. സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ബാബു ആന്റണി ആയിരുന്നു. വൈശാലിയുടെ ലൊക്കേഷനിൽ നടന്ന രസകരമായ അനുഭവങ്ങൾ പറയുകയായിരുന്നു ബാബു ആന്റണി. ബാബു ആന്റണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: 20 ദിവസത്തെ ഷെഡ്യൂളിലായിരുന്നു ആ കൊട്ടാരത്തിന്റെ സംഭവമൊക്കെ ഷൂട്ട് ചെയ്തത്. ഭരതൻ സാറിനോടൊപ്പം എം.ടി. വാസുദേവൻ നായർ സാറും ഉണ്ടായിരുന്നു. ഒരു രാജാവിന്റെ വേഷമൊക്കെ ഇട്ട് ഞാൻ ടെൻഷനായി നിൽക്കുമ്പോൾ ഭരതൻ സാർ പറഞ്ഞു, നീ മറ്റാരും പറയുന്നതൊന്നും കേൾക്കേണ്ട, 2-3 പ്രാവശ്യം ഈ വേഷമൊക്കെ ഇട്ട് നടന്നു കാണിക്കണമെന്നും പറഞ്ഞു. അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും. അതെല്ലാം ഞാൻ ചെയ്തത് എം.ഡി. സാറും ഭരതൻ സാറിന്റെ മുന്നിലായിരുന്നു. എം.ഡി. സാർ പക്ഷേ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ എനിക്ക് ടെൻഷൻ കൂടും. ഇത്രയും വലിയ മഹാനായ എഴുത്തുകാരൻ നിൽക്കുന്നു. അദ്ദേഹം ഒന്നും മിണ്ടാതെ മീശയിൽ പിടിച്ച് എല്ലാം നോക്കി നിൽക്കും. ഈ നോട്ടം കാണുമ്പോഴേക്കും നമ്മുടെ കംപ്ലീറ്റ് ഗ്യാസും പോകും. ഓരോ സീൻ എടുക്കുമ്പോഴും എം.ഡി. സാർ ക്യാമറയുടെ പിന്നിൽ വന്ന് നിൽക്കും. എന്റെ പൊന്നെ, ഈ മനുഷ്യനെ ഒന്ന് പറഞ്ഞുവിട്, എനിക്ക് അഭിനയിക്കാമല്ലോ എന്ന് എനിക്ക് തോന്നും. അദ്ദേഹം പക്ഷേ അവിടെ തന്നെ നിൽക്കും, ഒന്നും മിണ്ടില്ല. 20 ദിവസവും ഒരു ഗുഡ് മോർണിംഗോ ഒരു ചിരിയോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്നോടുണ്ടായിരുന്നില്ല. അത് പ്രതീക്ഷിക്കുന്നതുമില്ല. നമ്മൾ പുതിയ ആളല്ലേ. 20ാമത്തെ ദിവസം ക്ലൈമാക്സ് എടുക്കുകയാണ്. ആർട്ടിഫിഷ്യൽ മഴയ്ക്കൊപ്പം ഒറിജിനൽ മഴയും പെയ്യുന്നു. വൈകിട്ട് ഏകദേശം 6 മണിയായി കാണും. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. ആ ഷോട്ട് കൂടെ എടുത്താൽ ഷൂട്ടിംഗ് കഴിയുകയാണ്. അന്ന് ഷൂട്ട് നിർത്തണം. അടുത്ത ദിവസം ഷൂട്ടില്ല. ഇന്നു തന്നെ തീരുമെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. ഈ രാജ്യവും രാജകുമാരിയെയുമെല്ലാം ഋഷ്യസിംഹന് സമർപ്പിക്കുന്നു എന്ന ഡയലോഗ് നെടുനീളെ പറയണം. കുനിയാനോ വളയാനോ പാടില്ല എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പ് കാരണം എനിക്ക് കൃത്യമായി ആ ഡയലോഗ് പറയാൻ കഴിഞ്ഞില്ല. 5-6 ടേക്ക് പോയി. ലൈറ്റ് പോകുന്നു. ഒരു രക്ഷയുമില്ല. എനിക്കും മറ്റുള്ളവർക്കും ടെൻഷനായി. ഞാനങ്ങനെ നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ വന്ന് തോളിൽ തട്ടി. ഞാൻ നോക്കുമ്പോൾ എം.ഡി. സാർ പുറകിൽ നിൽക്കുന്നു. എന്നെ നോക്കി തല കൊണ്ടൊരു ആക്ഷൻ കാണിച്ചു. ഞാനിങ്ങനെ കൈകൾക്കിടയിലൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് നിറച്ച് റമ്മിരിക്കുന്നു. അപ്പോഴും തല കൊണ്ട് അത് കുടിക്കാനെന്ന മട്ടിൽ ആക്ഷൻ കാണിച്ചു. ഞാനത് വാങ്ങി കുടിച്ചു. കുറച്ചു കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി. ഞാൻ കറക്റ്റായിട്ട് ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ചു. എം.ഡി. സാറിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം എനിക്ക് നല്ലതുപോലെ ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കാൻ സാധിച്ചു. ആ ഷൂട്ട് അപ്പോൾ തന്നെ തീർക്കാനും സാധിച്ചു. ബാബു ആന്റണി പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.